രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇത് നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചൂടുള്ള വെള്ളമൊന്നുമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, നോർമൽ വാട്ടറാണ് കേട്ടോ അതിലോട്ട് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ റവ എടുത്ത കപ്പിന് അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുതിർന്ന് വരും ചെയ്യണം. അപ്പോൾ ഇത് കുതിർക്കാനായിട്ട് വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ സമയം വരെ നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ മതിയാകും കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ റവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നപ്പോൾ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മളൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തപ്പോൾ മാവ് നന്നായിട്ട് തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ദോശമാവിൻ്റെ ലൂസ് അതിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ടാട്ടോ മാവ് നിൽക്കുന്നത്. അപ്പോൾ ഇത് മൊത്തമായിട്ട് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. ആദ്യം 1 കപ്പ് വെള്ളം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചപ്പോൾ ഒഴിച്ച് കൊടുത്തിരുന്നു. പിന്നെ 1/4 കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് സവാള കട്ട് ചെയ്തതും, പിന്നെ അതിലോട്ടൊരു 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവാള കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം നമ്മുടെ കയ്യിലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ അടുത്ത് ഉള്ള വെജിറ്റബിൾസ് എന്താ വെച്ചെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ ഇങ്ങനത്തെ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി വെജിറ്റബിൾസ് ചേർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ കഴിക്കും കേട്ടോ. ഇവിടെയൊക്കെ മക്കൾക്കൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിട്ട്, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ക്യാരറ്റും അതേപോലത്തെ സവാള ഇതൊന്നും അവർക്ക് ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാവരും അത് കൂട്ടത്തിലാണ് കഴിച്ച് പോയിക്കോളും. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആട്ടോ ഇട്ടെടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് റവ മിക്സാക്കി എടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് അപ്പസോഡ കേട്ടോ, അതായത് സോഡപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സോഡപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആവുക. നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കൊന്നും വേണ്ട, നമുക്കിപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയൊരു പാനാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം.
പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു തവി മാവാട്ടത്തിലോട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ചൊരു കട്ടിയിൽ നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ട് വേണ്ട നമുക്ക് ഇത് മൂടി വെക്കാൻ. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും അതേപോലെ തന്നെ കുറച്ച് തക്കാളിയും ക്യാരറ്റൊക്കെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ. ഒരു അരമിനിറ്റോളം നമുക്കത് മൂടി വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ അത് ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി കുറച്ച് ഓയിലൊന്ന് ഇതേപോലെ തൂവി കൊടുക്കാം കേട്ടോ. എന്നാലും അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നാക്കി കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ട് ഭാഗം ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.